കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം നടന്നു. 3 അജണ്ടകളാണ് കൗൺസിൽ മുമ്പാകെ എത്തിയത്. നഗരസഭയുടെ വാർഷിക പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് യോഗം ചേർന്നത്. നഗരസഭയുടെ വാർഷിക പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുക, നിലവിൽ നടക്കാത്ത പദ്ധതികൾ മാറ്റി ഭേദഗതി വരുത്തി മറ്റ് പദ്ധതികൾ ഉൾപ്പെടുത്തി അംഗീകാരം നേടുന്നത് സംബന്ധിച്ചും തീരുമാനമായി. ഈ പദ്ധതികൾക്ക് വരുന്ന 15-ാം തീയതി DPCയുടെ അംഗീകാരം നേടിയെടുക്കാനും തീരുമാനിച്ചു. കട്ടപ്പന നഗരസഭാ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായിട്ടുള്ള സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ എന്ന പദ്ധതിക്കായി ലഭിച്ച ടെൻഡറുമായി ബന്ധപ്പെട്ട ചർച്ചകളും തീരുമാനങ്ങളുമുണ്ടായി. വാർഷിക പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നിലവിലുള്ള പദ്ധതികൾ, നടക്കാത്ത പദ്ധതികൾ മാറ്റി മറ്റ് പദ്ധതികൾ ഭേദഗതി ഇന്ന് ലിസ്റ്റ് അംഗീകരിച്ചിട്ടുണ്ട്. ആ ഭേദഗതി DPC 15-ാം തീയതി കൂടുന്ന DPCയിൽ അംഗീകരിച്ചാൽ ഉടൻ തന്നെ വാർഡുകളിൽ വർക്കുകൾ എല്ലാം നമുക്ക് തുടങ്ങാൻ കഴിയും. ഇപ്പോൾ തന്നെ പല വാർഡുകളിലും തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ച് ബന്ധപ്പെട്ട ഇംപ്ലിമെൻറ്റിംഗ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളയാംകുടി വെറ്ററിനറി ഹോസ്പിറ്റലിൽ മൊബൈൽ ഡിസ്പെൻസറിയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്ക് നടക്കുന്ന ഇന്റർവ്യൂ റാങ്ക് ലിസ്റ്റ് അംഗീകരിക്കൽ നടന്നു. നഗരസഭയിൽ കുടുംബശ്രീ അമൃതമിത്ര കളക്ടർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്ന വിഷയം നഗരസഭ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.